നമസ്കാരം. ഇന്ന് ഞാനത് വയനാട്ടിലെ ഒരു ഡാമിൻ്റെ അടുത്താണ്. അതായത് നമ്മുടെ കാരാപ്പുഴ ഡാം, എല്ലാവർക്കും അറിയാവുന്ന ഡാമാണ്. വയനാട്ടിലെ അടിപൊളി സ്ഥലമാട്ടോ. അതായത് അവിടെ ഒരുപാട് പിന്നെ എന്താ പറയുക സ്ഥലങ്ങൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ ഡാമിൻ്റെ ചുറ്റുപാടും നല്ല മനോഹരമാണ്. പിന്നെ നല്ല ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. വയനാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് ചുരമാണ്. ചുരം കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട്. അതേപോലെ തന്നെ പിന്നെ കാപ്പിത്തോട്ടങ്ങൾ, അതേപോലെ ഒരുപാട് സംഗതികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് വയനാട്. വയനാട് ടൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലം ഞാൻ പറയാം. ഒന്ന് നമ്മുടെ ഹണി മ്യൂസിയം, അടിപൊളിയാണ്. ചെറിയ പൈസക്ക് നമുക്ക് കയറാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഈ ഡാം ഉണ്ടോ, കാരാപ്പുഴ ഡാമും കുഴപ്പമില്ല, നല്ല അടിപൊളി മനോഹരമായ സ്ഥലം തന്നെയാണ്. അതായത് അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലുണ്ടോ, അത്രയും സുന്ദരമായ കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു കാരാപ്പുഴ ഡാമിൻ്റെ കാഴ്ചകൾ. പിന്നെ സിപ്പ് ലൈനൊക്കെ രക്ഷയില്ല, അടിപൊളി. 350 രൂപയാണ് ഒരാൾക്ക് സിപ്പ് ലൈനിൽ ഇങ്ങോട്ടും ഉള്ള ഒരു ചാർജ്. ഏകദേശം ഒരു 3 കിലോമീറ്ററോളം നീളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് അതിൻ്റെ നീളം അത്രക്കേറെ നല്ല ലെങ്ത്താണ് ഈ ഒരു സിപ്പ് ലൈൻ്റെ ഒരു നീളം. അത് മാത്രമല്ല കുട്ടികൾക്കായിട്ടുള്ള ഗെയിമിങ്ങും അതേപോലെ തന്നെ വലിയവർക്കായിട്ടുള്ള എല്ലാവിധ ഐറ്റം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ കാരാപ്പുഴ ഡാമിൻ്റെ ചെറിയ ഒരു ഭാഗമാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ചെറിയൊരു ഭാഗം മാത്രമാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും മനോഹരമായ ഒരുപാട് വീഡിയോ നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ വയനാട്ടിലെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഒരുപാട് കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം തന്നെയാണ് വയനാട്. ഇനി അവിടുന്ന് അങ്ങോട്ട്, അതായത് ചുരം കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് വ്യൂ ആണ്. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ഐറ്റം ഫ്ലവറുകളുണ്ട്. അതേപോലെ തന്നെ വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത ആകൃതിയിൽ നമ്മുടെ ചെടി കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് രൂപങ്ങൾ നമുക്കിവിടെ കാണാം. ഇതൊക്കെ ഒരുപാട് രൂപങ്ങളാണ്. ഈ ചെടികൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരുപാട്, അതായത് ഒട്ടകം, അതേപോലെ തന്നെ തോടി, അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു ചെടി വെട്ടിയിട്ട് ആ ഒരു ഷേപ്പാക്കി വെച്ചിരിക്കുന്നത്. മനോഹരമായ കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അതൊക്കെ ഓരോരോ ആകൃതിയിൽ ചെടി വെട്ടിയിട്ട് ആ ഒരു ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കാരാപ്പുഴ ഡാമിൻ്റെ കാഴ്ചകൾ കാണാത്തവർക്കായിട്ടാണ് ഈ ഒരു വീഡിയോ. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും, അവിടെ വന്നിട്ടുണ്ടാവും. ഇത് കാണാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. ഇതൊക്കെ ഓരോരോ ആകൃതിയിൽ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈ എഴുതി വെച്ചിരിക്കുന്ന ലെറ്റർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഇത് കാരാപ്പുഴ ഗാർഡൻ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എഴുതി വെച്ചതല്ല, അതായത് പുല്ലുകൊണ്ട് വെട്ടി ഷേപ്പാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്ന കേട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.